മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ചു നിന്നത് ഈ വനിതാ മന്ത്രിമാരായിരുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പദവിയിൽ എത്തുമെന്ന് വരെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ മന്ത്രിസഭയോ മികച്ച മന്ത്രിമാരാണ് അല്ലേ? വീണ ജോർജ്, ചിഞ്ചുറാണി, ബിന്ദു. പിണറായി വിജയന് വലിയ തലവേദന ആണല്ലോ ഇവർ ഉണ്ടാക്കുന്നത്. അല്ല, നമുക്ക് ഈ വനിതാ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് KR ഗൗരിയമ്മയെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രയും മികച്ച അല്ലേ, ആദ്യത്തെ മന്ത്രിസഭയിലാണ്. മുഖ്യമന്ത്രി വരെ ആകും എന്ന് കണക്ക് കൂട്ടിയതല്ലേ. മുദ്രാവാക്യം അങ്ങനെയല്ലേ, കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും. KR ഗൗരിക്ക് അവസരം കൊടുത്തില്ല, ഞാനാരായി. അത് പോട്ടെ, അത് പാർട്ടിയുടെ മറ്റു ചില കാര്യങ്ങൾ. അല്ല, അതുപോലെ തന്നെ ചർച്ച ഈ 2021 ഉണ്ടായിരുന്നു ശൈലജ. അതുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ പിണറായി വിജയനേക്കാൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം മട്ടന്നൂരിൽ ശൈലജയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും. അന്ന് ഈ കോവിഡ് സമയത്തെ എല്ലാ ദിവസവും ആരോഗ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് വൈകിട്ട് വരുന്നത്. അപ്പോൾ അത് കേൾക്കാൻ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. അതൊന്ന് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് ശൈലജ ടീച്ചറെ അങ്ങ് മാറ്റി പിണറായി കയറി. കാര്യം പിടികിട്ടി അവർക്ക്, ഇത് സംഭവം കൈവിട്ടു പോകും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ശൈലജ ടീച്ചറെ പിന്നീട് എന്ത് പറ്റി? ഇരുത്തിയിട്ട് MLA ആക്കി. പക്ഷെ മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പം വന്നിരിക്കുന്നത് ഈ 3 വനിതാ രത്നങ്ങൾ കാരണം ഈ മന്ത്രിസഭയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 2 പേര് CPM മന്ത്രിമാരാണ്, ഒരാൾ CPI. CPI സാധാരണ അത്ര പേരുദോഷം കേൾക്കുന്നവരല്ല, ഇവിടെ അതും കേൾപ്പിച്ചു. ചിഞ്ചുറാണി. ഇത് നമുക്ക് എല്ലാ കാര്യവും വിദ്യാഭ്യാസമാണല്ലോ വേണ്ടത്. വിദ്യാഭ്യാസത്തിൽ നിന്നും തുടങ്ങാം. ഉന്നത വിദ്യാഭ്യാസം, വലിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിൽ പണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ മതി, ഒറ്റ ഉത്തരവേ ഉള്ളൂ. 2016 പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് ഇതിനെ 2ആയിട്ട് മാറ്റിയത്. തുടക്കത്തിൽ രവീന്ദ്രൻ മാഷായിരുന്നു വിദ്യാഭ്യാസം, പിന്നെ അത് ഡിവൈഡ് ചെയ്തു, KT ജലീലിന് കൊടുത്തു ഉന്നതം. കൊച്ചു വിദ്യാഭ്യാസം രവീന്ദ്രൻ മാഷിന് കൊടുത്തു. രവീന്ദ്രൻ മാഷ് നല്ല മന്ത്രി എന്നുള്ള രീതിയിൽ കഴിവ് പ്രകടിപ്പിച്ച അദ്ദേഹം പരിഷത്തിൻ്റെ പ്രവർത്തകനാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ അദ്ദേഹം മത്സരിച്ചു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. സൈക്കിളൊക്കെ ചവിട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്, ഇദ്ദേഹം ബസ് യാത്ര ചെയ്യുക. ഉണ്ട്, വളരെ സിമ്പിളാണ്. തൃശ്ശൂർ സൈഡുള്ള ആളല്ലേ. അപ്പോൾ മന്ത്രി ബിന്ദു തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. ഇത് CPMന് ഉറപ്പായി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിലെ മിക്കവാറും എന്തോ ഒരു ആൻസ് അഗസ്റ്റിൻ അങ്ങനെ ഒരു യുവ നിരയിൽ നിന്ന് ഒരാളെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. അത് അവർക്ക് വലിയ നേട്ടം ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇപ്പം നോക്കിക്കേ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ തകർന്ന് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വിദേശങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു പോകുന്നു. ഇവിടുത്തെ പാവം പിടിച്ച കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഈ SFI പിള്ളേരെ കൊണ്ട് മുഴുവൻ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഈ കലാലയങ്ങളും സർവകലാശാല പോലും. അങ്ങനെയുള്ള ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് മൊത്തത്തിൽ പരാജയമാണ്. ഇവരുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് എല്ലാവർക്കും സംശയം വരെ ഉണ്ടായി, ഇവരുടെ ഗവേഷണ പ്രബന്ധം മോഷ്ടിച്ചതാണോ എന്ന് പോലും സംശയമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആരോഗ്യത്തിലേക്ക് വരാം. ആറന്മുള എന്ന് കേൾക്കുമ്പോൾ പണ്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആറന്മുള വള്ളംകളി, ആറന്മുള സദ്യ. ഇപ്പോൾ അത് പിന്നീടേ ഓർക്കത്തുള്ളൂ. അതിനു മുമ്പ് ഓർക്കുന്ന വീണ ജോർജിനെയാണ് ഓർക്കുന്നത്. 2016 2021 വീണ ജോർജും ആറന്മുളയിലെ റോഡിലെ കുഴിയും. അതെ. വീണ ജോർജ് ശിവദാസൻ നായരെ തോൽപ്പിച്ചിട്ടാണ് MLA ആയത്. 21 മന്ത്രിയായി. സഭയുടെ ഒരു ആളാണ് വീണ ജോർജ്. ഇപ്പം നോക്കിക്കേ, കേരളത്തിൽ ഈ വീണ ജോർജിനെ കുറിച്ച് ആറന്മുള മണ്ഡലത്തിൽ തന്നെ പരക്ക പരാതിയാണ്. MLA പോലും പറയുന്നുണ്ട്, വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ CPMനകത്ത് തന്നെ വിഭിന്ന സ്വരമാണുള്ളത് ഈ വീണ ജോർജിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായിട്ടുള്ളതാണ്. മിക്കവാറും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മനായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ സഭയ്ക്ക് അവിടെ വലിയ നിർണായക സ്ഥാനം ഉണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകളാണെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹ പ്രകടനം ഇപ്പോഴും ജനങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. പിന്നെ ആരോഗ്യരംഗത്തുണ്ടായ ഏറ്റവും ഒടുവിലത്തെ പാളിച്ച നമ്മൾ കണ്ടതല്ലേ. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ വെളിപ്പെടുത്തൽ,
പിന്നെ അത് കഴിഞ്ഞപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുന്നത്, അവിടെ ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യം. അപ്പോൾ ഇതിനൊക്കെ ഒരുതരം നിസ്സംഗ മനോഭാവമാണ് ഇവർ വെച്ച് പുലർത്തിയത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞതെന്താണ്, സഭയിൽ നിന്നുകൊണ്ട് പിണറായി വിജയനെ വാഴ്ത്തി, ഈ കപ്പലാടി ഉലയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് സാർ എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ എന്താ, കപ്പലും ആടുന്നു കപ്പിത്താനും ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ മന്ത്രിയിലേക്ക് വന്നാൽ അത് CPIയുടെ മന്ത്രി ചിഞ്ചുറാണി. തൂമ്പാഴ നൃത്തം. ചടയമംഗലമാണ് കൊല്ലം ജില്ലയിലെ. മന്ത്രി ബിന്ദുവിൻ്റെ മണ്ഡലം ഇരിങ്ങാലക്കുട, തൃശ്ശൂർ മണ്ഡലത്തിൽ. തൃശ്ശൂർ ജില്ല. മറ്റേത് ആറന്മുള പത്തനംതിട്ട ജില്ലയിൽ. ചിഞ്ചുറാണി യഥാർത്ഥത്തിൽ ഈ CPIയുടെ മന്ത്രിമാർ ഒരിക്കലും പേരുദോഷം ഉണ്ടാക്കത്തില്ല കേട്ടോ, വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും. പക്ഷേ ഇത്തവണത്തെ CPI മന്ത്രിമാരെ കുറിച്ചെല്ലാം പരാതി ഉണ്ട്. പരാതി മറ്റൊന്നുമല്ല, ഇവരെ കൊണ്ട് ഇവരുടെ ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അമ്മായിയപ്പൻ്റെയും മരുമകൻ്റെയും ശബ്ദം മാത്രമേ കഴിഞ്ഞ തവണ കേൾക്കുന്നുള്ളൂ. സുനിൽകുമാർ എല്ലാം മികച്ച മന്ത്രിയായിരുന്നു, നല്ല കൃഷിമന്ത്രി ആയിരുന്നുള്ളതാണ്. സുനിൽകുമാറിൻ്റെ ആ ഒരു പേരിലല്ലേ തൃശ്ശൂർ ജയിക്കുമെന്നല്ലേ കരുതിയത് CPIക്ക്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് CPIയുടെ ഒരു തട്ടകവും കൂടാണ്. അപ്പോൾ ഈ ചിഞ്ചുറാണിയെ സംബന്ധിച്ചിടത്തോളം ചിഞ്ചുറാണിക്ക് നേരിട്ടത്, ചിഞ്ചുറാണിയുടെ പിന്നെ തേവലക്കര അല്ലേ, അവിടെ ഈ അപകടം നടക്കുമ്പോൾ ഒരു സ്കൂളിൽ പോയി സൂംബ ഡാൻസ് കളിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കേരളത്തിലുള്ള ജനങ്ങളെയുടെ മുഴുവൻ ആ പ്രശ്നം വലിയ രീതിയിൽ തന്നെ ഭരണവിരുദ്ധ വികാരമായി മാറി പിണറായിക്കെതിരെ തിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് കാരണം ഈ മന്ത്രിയുടെ ഒറ്റ പെരുമാറ്റം കൊണ്ടാണ്. ആന്നു. കാരണം അതല്ലെങ്കിൽ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇതുപോലെ ആയിരുന്നു നമ്മുടെ ഇദ്ദേഹത്തിന് പറ്റിയത്. നമ്മുടെ വനം മന്ത്രി അദ്ദേഹം ശശീന്ദ്രൻ, അവിടെ വയനാട്ടിൽ കാട്ടാന ഇറങ്ങിയ ആൾക്കാരെ കൊല്ലുന്നു. ഇവിടെ അദ്ദേഹം ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ട് നിൽക്കുന്നു. അതിൽ വലിയ പരാജയം ഉണ്ടായി. ഒന്നാമത് വന്യമൃഗശല്യവും ജനങ്ങൾക്ക് ജീവിക്കാൻ തന്നെ കഴിയുന്നില്ല എന്നുള്ള വലിയ പരാതി നിൽക്കുമ്പോഴാണ് ആ പ്രശ്നമുണ്ടായത്. ഇപ്പോൾ കുട്ടിയുടെ ജീവൻ പോയ സമയത്ത് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. ആ സമയത്ത് അവർക്കത് നിർത്തിവെക്കാമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് 3 പേരും കാരണം, ഈ 3 പേരും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ തോൽവി ഉറപ്പാണ്. പിന്നെ ഈ മന്ത്രിമാർ കാരണം തന്നെ കേരളത്തിലെ വലിയ തിരിച്ചടി സർക്കാരിനുണ്ടാകും. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പേരെയും ബാധിക്കുന്ന, വിദ്യാഭ്യാസവും ബാധിക്കുന്നതാണ്. ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം, വിദ്യാഭ്യാസം നമുക്ക് രണ്ടാമത് എടുക്കുക. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ വിദ്യ അഭ്യസിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആരോഗ്യരംഗം ഇത്രയും താറുമാറാക്കിയ ഒരു മെഡിക്കൽ കോളേജിലെ ആ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, ഡോക്ടർ ഹാരിസ്, അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ശക്തമായത്. അദ്ദേഹം അത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിനു മുമ്പ് തന്നെ പ്രതിഷേധം ധാരാളം ഉണ്ടായിരുന്നു, വേണ്ടത്ര സ്റ്റാഫ് ഇല്ല, മരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പൊതുജന ആരോഗ്യം സംരക്ഷിക്കും. ഇതെന്തായിരിക്കും ഈ ആദ്യ മന്ത്രിസഭയിൽ വലിയ രീതിയിൽ മന്ത്രിമാരെ വിലയിരുത്തി CPM, പക്ഷെ ഇത്തവണ ഒരു വിലയിരുത്തലില്ല, ഒരു വിലയിരുത്തലും ഇല്ല. പിണറായി തന്നെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. കാരണം തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അത് ഏതെങ്കിലും തരത്തിൽ തിരുത്താനൊന്നും സാധിക്കത്തില്ല. കാരണം അത്രയും ഒരു മോശമായ ഒരു റിമാർക്കാണ് ഇവരെക്കുറിച്ച് അതിലൂടെ മന്ത്രിസഭയ്ക്കും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ആ തിരിച്ചടി വളരെ ശക്തമായിട്ട് ഇവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ 3 വനിതാ മന്ത്രിമാരുണ്ടാക്കി വെക്കുന്ന കൊല്ലാപ്പ് വേറെ ഒന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.